സ്വാഗതം എല്ലാവർക്കും. നമ്മൾ കാറ്ററ്റ് എക്സാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാത്സ് എന്ന് പറയുന്നത്. കാറ്ററ്റ് കാറ്റഗറി 1 അതുപോലെ കാറ്റഗറി 2 ഇതിനൊക്കെ വളരെ പ്രധാനമായിട്ട് മാത്സിലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചെറിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ കുറച്ച് മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. അധികം നമ്മൾ സമയം കളയുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഓരോ ചോദ്യമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്ത് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 1500 പേജുള്ള ഒരു മിനി ഡിക്ഷണറിയിൽ പേജ് നമ്പർ ഇടാൻ ആകെ എത്ര അക്കങ്ങൾ ഉപയോഗിക്കും എന്നാണ് ചോദിച്ചത്. 1500 പേജുള്ള ഒരു മിനി ഡിക്ഷണറിയിൽ പേജ് നമ്പർ ഇടാൻ ആകെ എത്ര അക്കങ്ങൾ ഉപയോഗിക്കും എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കുക. 4893 എല്ലാം 4000-ന് മുകളിലുള്ള നമ്പേഴ്സാണ് തന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചിലപ്പോൾ നമുക്ക് സംശയം വരാനുള്ള സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡിക്ഷണറിയിലെ പേജിൻ്റെ ആകെ എണ്ണമാണ് 1500. അപ്പോൾ ഒരു മിനിറ്റ്, അതിന് മുന്നൊരു കാര്യം, ഞാൻ സോൾവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്ത് വീഡിയോ ഒന്ന് പോസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സോൾവ് ചെയ്തിട്ട് ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, 1500 പേജുള്ള മിനി ഡിക്ഷണറിയാണ്. അതിന് പേജ് നമ്പർ ഇടാൻ ആകെ എത്ര അക്കങ്ങൾ ഉപയോഗിക്കും എന്നാണ് ചോദിച്ചത് ആണല്ലോ. അപ്പോൾ നിങ്ങൾ ശരിക്കും ക്ലിയർ ചെയ്യുമോ എന്താണ് പേജ് നമ്പർ? പേജിൻ്റെ എണ്ണം 1500 ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് എന്താ എങ്ങനെ നമ്മൾ നമ്പർ ഇടുക? 1 2 3 അല്ലേ, 1 2 3 4 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് എത്രത്തോളം എണ്ണം? 1000, 1001, 1200, പിന്നെ 1300, അങ്ങനെ 1500ലേക്ക് എത്തണം ആണല്ലോ. അപ്പോൾ ആകെ എത്ര അക്കങ്ങൾ വേണമെന്നാണ് പറഞ്ഞത്. ഉദാഹരണത്തിന് ഇപ്പോൾ 12ാമത്തെ പേജാണെങ്കിൽ പേജ് നമ്പർ 12 ആണെങ്കിലും ഇതിൽ ഉപയോഗിക്കുന്ന അക്കങ്ങളുടെ എണ്ണം നോക്കിയാൽ 1ഉം 2ഉം രണ്ടെണ്ണം ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ 105ാമത്തെ പേജാണെങ്കിലോ അവിടെ പേജ് നമ്പർ 105 ആണെങ്കിലും നമ്പർ 3 എണ്ണം ഉപയോഗിക്കുന്നുണ്ട്, 3 അക്കങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ആകെ എത്ര അക്കങ്ങൾ ഉപയോഗിക്കണം എന്നാണ് ചോദിച്ചത്. നമ്മൾ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒരു സംശയവും വേണ്ട, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നവും ഒരു ക്വസ്റ്റ്യനും ഇല്ല. വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. നോക്കിയേ, 1500 പേജാണ്. ഒന്ന് ആലോചിച്ചൊക്കെ, 1 മുതൽ നമ്മൾ 9 വരെയുള്ള പേജുകൾ, 1 മുതൽ 9 വരെയുള്ള പേജിൽ നമുക്ക് എന്താണ് ആകെ എത്ര അക്കങ്ങൾ നമ്മൾ ഉപയോഗിക്കും? 1ാമത്തെ പേജിൽ 1 നമ്പർ ഇടും, 2ാമത്തെ 2, അങ്ങനെ 9 വരെ നമ്മൾ കൃത്യമായിട്ട് ആകെ ഉപയോഗിക്കുന്ന അക്കത്തിൻ്റെ എണ്ണം 9 എണ്ണമാണ് ആണല്ലോ. 1 മുതൽ 9 വരെ. എന്നാൽ അടുത്തത് 10 മുതൽ 99 വരെയുള്ള സംഖ്യകൾ എടുത്ത് നോക്കിയാൽ 10 മുതൽ 99 വരെ വെച്ചാൽ 2 അക്ക സംഖ്യകളാണ് അല്ലേ. 1 മുതൽ 9 വരെ കഴിഞ്ഞു, പിന്നെ 10, 11, 12 അങ്ങനെ 99 വരെ 2 അക്ക സംഖ്യകളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആകെ ഈ 10 മുതൽ 99 വരെ എത്ര 2 അക്ക സംഖ്യകളുണ്ട് നോക്കണം, എന്നിട്ട് അതിൻ്റെ എണ്ണം നോക്കണം. ഉദാഹരണത്തിന് പേജിൽ ഇപ്പോൾ 10ാമത്തെ പേജാണ്, ഇപ്പോൾ പേജ് നമ്പർ 10 ആണെങ്കിലും ഇതിൽ 2 അക്കങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 10 മുതൽ 99 വരെ ആകെ എത്ര അക്കങ്ങളുണ്ട് നോക്കുക, അല്ലെങ്കിൽ ആകെ എത്ര 2 അക്ക സംഖ്യകളുണ്ട് നോക്കുക. എത്ര ഉണ്ടാവും? അതിനൊരു പണിയുമില്ല. 10 മുതൽ 99 വെച്ചാൽ 1 മുതൽ 99 വരെ ആകെ 99 സംഖ്യയാണുള്ളത് അല്ലേ. അതിൽ 1 മുതൽ 9 വരെ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഒഴിവാക്കി, ഒരക്ക സംഖ്യ കൊണ്ട് അങ്ങ് ഒഴിവാക്കി. പിന്നെ വരുന്നത് 10 മുതൽ 99 വരെയാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 1 മുതൽ 99 വരെയും ആകെ 99 എണ്ണം ഉണ്ട്. അതിൽ 1 മുതൽ 9 വരെ നമ്മളങ്ങ് ഒഴിവാക്കി, ബാക്കി വരുന്നത് 90 എണ്ണമാണ് ആണല്ലോ. അപ്പോൾ 2 അക്ക സംഖ്യയുടെ ആകെ എണ്ണം 90 ആണ്. എന്ന് വെച്ചാൽ നമ്മൾ 90 അക്കങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതിയോ പേജ് നമ്പർ ഇടാൻ? അല്ലല്ലോ, കാരണം ഈ 90ഉം 2 അക്ക സംഖ്യകളാണ് അല്ലേ. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ അതിൽ 2 എണ്ണം ഉണ്ട് അക്കങ്ങൾ. ഈ 11 വെച്ചാൽ അവിടെയും 2 എണ്ണം ഉണ്ട്, 12 വെച്ചാൽ അവിടെ 2 എണ്ണം ഉണ്ട്. അങ്ങനെ 99 വരെ നോക്കിയാൽ 2 എണ്ണം വീതമുണ്ട്. എന്ന് പറഞ്ഞാൽ ആകെ ഈ 2 അക്ക സംഖ്യ, അതായത് 10 മുതൽ 99 വരെയുള്ള പേജുകൾ നമ്മൾ നമ്പർ ഇടാൻ ഉപയോഗിക്കുന്നത് 90 ഗുണിക്കണം 2 അക്ക സംഖ്യ ആയതുകൊണ്ട് തന്നെ 90 ഗുണിക്കണം 2 = 180 അക്കങ്ങളാണ് ആണല്ലോ. ഉറപ്പല്ലേ? അടുത്തത് 99 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 100 മുതൽ 999 വരെയാണ്. അത് 3 അക്ക സംഖ്യയാണ്. അതായത് 100ാമത്തെ പേജിൽ 3 അക്കങ്ങൾ ഉപയോഗിക്കും, 101ാമത്തെ പേജിൽ 3 അക്കങ്ങൾ, അങ്ങനെ 999ാമത്തെ പേജ് വരെ നമ്മൾ എന്ത് ചെയ്യും? 3 അക്കങ്ങൾ വീതമാണ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 100 മുതൽ 999 വരെ ആകെ എത്ര അക്കങ്ങൾ ഉണ്ടെന്ന് ഫസ്റ്റ് നോക്കുക, എന്നിട്ട് അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അക്കങ്ങളുടെ ആകെ എണ്ണം കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 10 മുതൽ 99 വരെ വെച്ചാൽ 90 സംഖ്യകളാണ്. 1 മുതൽ 99 വരെ എന്ന് വെച്ചാൽ 99 സംഖ്യകളാണ്. അപ്പോൾ നമുക്ക് 1 മുതൽ 99 വരെയുള്ള സംഖ്യകൾ ആവശ്യമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് 100 മുതൽ 999 വരെ ആവശ്യമുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1 മുതൽ 999 വരെ നമുക്ക് ആകെ സംഖ്യകളുടെ എണ്ണം 999 എണ്ണമാണ്. അതിൽ 1 മുതൽ 99 വരെ നമുക്ക് ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ആ 99 എണ്ണം ഇതിൽ നിന്ന് കുറച്ചാൽ മതി. ബാക്കി വരുന്ന 900 സംഖ്യകളാണ് ശരിക്കും ഏത് വരുന്നത്? 3 അക്ക സംഖ്യകൾ വരുന്നത്. അതായത് 100 മുതൽ 999 വരെ ആകെയുള്ള സംഖ്യകളുടെ എണ്ണം 900 എണ്ണമാണ് അല്ലേ. അതാണ് 3 അക്ക സംഖ്യ. അപ്പോൾ ആകെ ഇവിടെ ഉപയോഗിക്കുന്ന പേജ് നമ്പർ ഇടാൻ ഉപയോഗിക്കുന്ന അക്കങ്ങൾ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 900 3 അക്ക സംഖ്യയുണ്ട്. അതിൽ ഓരോന്നും 3 അക്കമായതുകൊണ്ട് അതിനെന്ത് ചെയ്യണം? 3 കൊണ്ട് ഗുണിക്കണം. ഉത്തരം 3 ഗുണിക്കണം 0 0, വീണ്ടും 0, പിന്നെ 3 ഗുണിക്കണം 9,
27 അല്ലേ, 3 9 27. അപ്പോൾ 2700 അക്കങ്ങൾ വേണം നമ്മൾ 3 അക്ക സംഖ്യകൾ വരുന്ന ആ പേജുകളിലൊക്കെ നമ്പർ ഇടാനായിട്ട് ആവശ്യമുള്ളത്. ഇനി അവസാനമായിട്ട് 999 1000 മുതൽ 1500 വരെയാണ് അല്ലേ പേജുകളുള്ളത്. 1000 മുതൽ 1500 വരെ വെച്ചാൽ ആകെ എത്ര സംഖ്യയുണ്ട് അല്ലെങ്കിൽ എത്ര പേജുകൾ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയേ. ഉദാഹരണത്തിന് പിന്നെ ഒരു 10 മുതൽ 15 വരെയുള്ള പേജിൻ്റെ എണ്ണം നോക്കിയാൽ 10 മുതൽ 15 വരെ എന്ന് പറഞ്ഞാൽ ശരിക്കും എത്ര 5 പേജായിരിക്കുമോ അല്ലെങ്കിൽ 6 പേജ് ഉണ്ടാവുക. അതായത് 5 അക്ക സംഖ്യകളാണോ അല്ല 6 ഉണ്ടാവും. നോക്കിയേ 10, 11, 12, 13, 14, 15 1 2 3 4 5 6 സംഖ്യകളുണ്ട് അല്ലേ. അതുപോലെ തന്നെ 1000 മുതൽ 1500 വരെ എന്ന് പറഞ്ഞാൽ 500 എണ്ണം ആയിരിക്കില്ല, പകരം +1 501 സംഖ്യകളാണ് ഉണ്ടാവുക. 501 സംഖ്യ ഉണ്ടാവുക. ഈ സംഖ്യകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് എത്ര അക്ക സംഖ്യകളാണ്? 4 അക്ക സംഖ്യകളാണ് അല്ലേ. അപ്പോൾ ആകെ 4 അക്ക സംഖ്യകൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് വരുന്നത് 501 എണ്ണമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ അതിനാവശ്യമായുള്ള അക്കങ്ങളുടെ എണ്ണം കാണാൻ 501നെ 4 കൊണ്ട് ഗുണിക്കണം. 501നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരിക? 1 ഗുണിക്കണം 4 4, പിന്നെ 0 ഗുണിക്കണം 4 0, 5 ഗുണിക്കണം 4 20. 2004 എണ്ണമാണ് വരിക. അങ്ങനെ നമുക്ക് ആകെ അക്കങ്ങൾ ഇപ്പോൾ ഓരോന്നായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഉത്തരമായി. അതായത് 2004 കൂട്ടണം, പിന്നെയോ 2004 കൂട്ടണം, നേരെ മേലോട്ട് കൂട്ടിയാൽ മതി. ഇവിടെ കൂട്ടാം. 2004 കൂട്ടണം, പിന്നെന്താ വരിക? 2700 കൂട്ടണം, 180 കൂട്ടണം, ലാസ്റ്റ് ഒരു 9. എല്ലാം കൂടി കൂട്ടിയാൽ നോക്കിയാൽ 9 4 13 3, ബാക്കി 1 8 1 9 7 1 8 ആണ് വരിക. പിന്നെ 2 2 4 4893 ഉത്തരം. അവിടെ ഉണ്ട് 4893. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ആകെ എത്ര അക്കങ്ങൾ എന്നാണ് ചോദിച്ചത്. ആകെ എത്ര, അതായത് 1 മുതൽ 1500 വരെയുള്ള അക്കങ്ങളുടെ എണ്ണമല്ല ചോദിച്ചത്. അതിലെ പേജ് നമ്പർ ഇടാനാണെങ്കിൽ ആകെ എത്ര ടോട്ടൽ അക്കങ്ങൾ എത്രയാണെന്നാണ്. അപ്പോൾ നമ്മൾ 2 അക്ക സംഖ്യകൾ 3 അക്ക സംഖ്യകൾ 4 അക്ക എല്ലാ അക്കങ്ങളും നമ്മൾ നോക്കേണ്ടി വരും. അടുത്ത ക്വസ്റ്റ്യൻ. ആര്യനന്ദയുടെയും ദേവനന്ദയുടെയും 8 വർഷം മുൻപുള്ള ശരാശരി വയസ്സ് 28 ആയിരുന്നു എങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. 68 44 72 64. ആൻസർ കിട്ടുന്നുണ്ടോ നോക്കണേ. വീഡിയോ പോസിറ്റ് കിട്ടുന്നുണ്ടോ നോക്കുക. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആര്യനന്ദയുടെയും ദേവനന്ദയുടെയും 8 വർഷം മുമ്പാണ്. ഇതാണ് നിലവിലെ വയസ്സെന്ന് പറയും. ഇതാണ് നിലവിലുള്ള സ്റ്റേജ് അല്ലേ. ഇവിടുന്ന് 8 വർഷം മുന്നേ ഉള്ള വയസ്സിൻ്റെ ശരാശരിയാണ് എത്ര? 28 എന്ന് പറയുന്നത്. അവരാകെ വയസ്സല്ല, അതിൻ്റെ ശരാശരി. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരാശരി എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ടോപ്പിക്കിൽ പഠിച്ചായിരിക്കും അല്ലേ. അപ്പോൾ 2 പേരാണുള്ളത്. 2 പേരുടെയും വയസ്സുകൾ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഹരിച്ചാണ് ശരിക്കും 28. അതാണല്ലോ ശരാശരി. ശരിക്കും പറഞ്ഞാൽ ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന സാധനം എന്താ? എത്ര ഉണ്ടോ അതിൻ്റെ തുക സമ്മിനെ എന്ത് ചെയ്യണം? എണ്ണം കൊണ്ട്, ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ആവറേജ് കിട്ടുക. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആവറേജ് തന്നത് 28 ആണ്. അപ്പോൾ സമ്മ് നമുക്കറിയില്ല. ആ സമ്മിനെ എണ്ണം കൊണ്ട് ഹരിച്ചതാണ് ശരിക്കും 28. എണ്ണം നക്ഷത്രം 2 കുട്ടികളായുള്ളത് 2 ആണ്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? 8 വർഷം മുന്നേയുള്ള ആ കുട്ടികളുടെ ആ വയസ്സുകളുടെ തുക കിട്ടുമല്ലോ അല്ലേ. എന്ത് ചെയ്താൽ മതി? ശരാശരിയെ എണ്ണം കൊണ്ട് നമ്മൾ ഗുണിച്ചാൽ നമുക്ക് തുക കിട്ടും. ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ, അതായത് 28 ഗുണിക്കണം 2 ചെയ്താൽ എത്ര കിട്ടുക? 56 56 ആണ് വരിക അല്ലേ. അപ്പോൾ ഇതാണ് സമ്മ് എന്ന് വെച്ചാൽ ആ 2 കുട്ടികളുടെയും വയസ്സുകൾ നമ്മൾ കൂട്ടിയാൽ, 2 കുട്ടികളുടെയും വയസ്സ് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 56 ആണ്. 56 ആണെന്നാണ് കിട്ടുക. ഇനി നമ്മൾ ചോദിക്കുന്ന കാര്യം ശരിക്കും ശ്രദ്ധിച്ചോ. ഇനി നമ്മൾ ചോദിക്കുന്നത് ആര്യനന്ദൻ ദേവേന്ദ്രൻ ചെറിയ കുട്ടികളാണെന്ന് പറയുന്നില്ലേ. ആര്യനന്ദൻ ദേവേന്ദ്രൻ 2 ആളുകളാണ്. അപ്പോൾ അവരുടെ വയസ്സുകളുടെ തുക 8 വർഷം മുന്നെയാണ് 56. 8 വർഷം മുന്നേ അവരുടെ തുക 56 വയസ്സാണെങ്കിൽ 8 വർഷം നിലവിലെ ഇത്, അതായത് 8 വർഷം ശേഷം ഇപ്പോൾ നിലവിൽ എത്രയായിരിക്കും ഉണ്ടാവുക തുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് നിങ്ങളോട് ചോദിച്ചത്. ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. 8 വർഷം മുന്നേ ഉള്ള തുകയാണ് 56. നിങ്ങൾക്കിപ്പോൾ 5 കൊല്ലം മുന്നേ ഉള്ള നിങ്ങളുടെ വയസ്സ് ഇപ്പോൾ 10 ആണെങ്കിൽ 5 നിലവിൽ ഇപ്പോഴത്തെ വയസ്സ് എത്രയായിരിക്കും? ഇപ്പോൾ 15 ആണെങ്കിലല്ലേ നിങ്ങൾക്ക് 5 വർഷം മുന്നേ അത് 10 ആവും. അതേപോലെ 8 വർഷം മുന്നേ ഉള്ള 2 പേരുടെയും വയസ്സുകൾ കൂട്ടിയപ്പോഴാണ് 56 കിട്ടി. അപ്പോൾ നിലവിലെ വയസ്സാണെങ്കിൽ ഒന്നും നോക്കേണ്ട, എന്താണ് 8 വർഷമല്ലേ. 8 വർഷമാണല്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. 8 വർഷമാണ്. 2 പേരുള്ളതുകൊണ്ട് 2 ആൾക്കും 8 വയസ്സ് വീതം കൂടിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ആകെ എത്ര വയസ്സുണ്ടാവും? 16 വയസ്സ് കൂടും. അപ്പോൾ അന്നുണ്ടായ ആകെ വയസ്സായ 56ൻ്റെ കൂടെ ഇപ്പോൾ 8 വർഷം ശേഷം എന്ന് പറയുമ്പോൾ 2 പേർക്കും 8 വയസ്സ് വീതം കൂടിയിട്ടുണ്ട്. ആ 8 8 16 കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? അതാണ് ആൻസർ. ഉത്തരം വരുന്നത് 56 കൂട്ടണം 16 സമം 72 വയസ്സാണ് ഇപ്പോൾ നിലവിൽ അവരുടെ ആയിട്ട് വരുന്നത്. ഓക്കെ, 2 പേരുടെയും വയസ്സ് കൂട്ടിയാൽ വരുന്നത് 72 ആണ്. അടുത്തത് ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി ഇതായിട്ട് വേണം മാറ്റി ചെയ്യാം. നിങ്ങൾ PSC ഒക്കെ നോക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ,
അന്നത്തെ ശരാശരി 28 വയസ്സാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 8 വർഷത്തിന് ശേഷം എന്ന് വെച്ചാൽ 2 പേർക്കും 8 വയസ്സ് വെച്ച് കൂടുന്നുണ്ട് അല്ലേ, 8 വയസ്സ് വെച്ച് കൂടും. അപ്പം നിലവിലെ ശരാശരി വയസ്സ് അവർക്ക് എത്രയാണ് കൂടും എന്ന് ആലോചിച്ച് നോക്കിയേ. 2 പേർക്കും 8 വയസ്സ് കൂടും അല്ലേ, എന്ന് വെച്ചാൽ 8 തൊട്ട് 16 വയസ്സ് കൂടി. അപ്പോൾ അത് 2 പേരാണ് ഉള്ളത്. എന്ന് വെച്ചാൽ ശരാശരി വയസ്സ് 8 വയസ്സാണ് കൂടുക. അപ്പോൾ അന്നത്തെ ശരാശരി 28 അപ്പോൾ ഇപ്പോഴത്തെ ശരാശരി കാണണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ 8 വീണ്ടും ഒന്ന് കൂട്ടിയാൽ മതി. 8 കൂട്ടിയാൽ മതി. 28ൻ്റെ കൂടെ 8 കൂടി കൂട്ടിയാൽ 36 നിലവിലെ ശരാശരി വയസ്സ്. 2 പേരുടെയും വയസ്സ് കൂട്ടിയിട്ട് അതിൻ്റെ തുക, അതിൻ്റെ പകുതി 2 കൊണ്ട് ഹരിച്ചാണ് 36. അപ്പോൾ അതിൻ്റെ തുകയാണ് എന്ത് ചെയ്താൽ ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോഴും നമുക്ക് 72 കിട്ടും. എങ്ങനെ വേണം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം. 189 എന്ന സംഖ്യയെ 5:4 എന്ന അംശബന്ധത്തിൽ 2 സംഖ്യകളാക്കി മാറ്റി എഴുതി. പ്രസ്തുത 2 സംഖ്യകളുടെ ഗുണനഫലം എത്രയായിരിക്കും? ഇത് അംശബന്ധം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണ് അംശബന്ധം. എന്താണ്? 189 എന്ന സംഖ്യേനെ 5:4 എന്ന അംശബന്ധത്തിൽ 2 സംഖ്യകളാക്കി അവർ മാറ്റി. അപ്പോൾ അംശബന്ധം കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആകെ എത്രയാണ് ഉള്ളത്, അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അംശബന്ധമാണല്ലോ 5:4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആകെ ഉള്ളത്, ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആകെ ഈ 189നെ 9 ഭാഗമാക്കി, അതായത് ഈ 5 4 കൂട്ടിയിൽ 9 അല്ലേ, 9 ഭാഗമാക്കി അതിലെ 5 ഭാഗമാണ് ആദ്യം, ബാക്കിയുള്ള 4 ഭാഗമാണ് രണ്ടാമത്തത്. അപ്പോൾ ആകെയുള്ള 189നെ ശരിക്കും 5 ഭാഗങ്ങൾ, 9 തുല്യമായ ഭാഗം നമ്മൾ ആക്കിയാൽ അതിലെ 5 ഭാഗം ഉൾപ്പെടുന്നതാണ് ആദ്യത്തെ സംഖ്യ, ബാക്കിയുള്ള 4 ഭാഗം ഉൾപ്പെടുന്നതാണ് രണ്ടാമത്തെ സംഖ്യ. അത് കിട്ടാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. 189ന് എന്ത് ചെയ്യുക, ഈ 5 രണ്ടും കൂടി കൂട്ടി നമ്മൾ പറഞ്ഞ 9 ഭാഗമുള്ളത്, അതിൽ ആദ്യത്തെ 5 ഭാഗമാണല്ലോ. ഒന്നും നോക്കണ്ട, ആ 5/9 കൊണ്ട് ഗുണിച്ചാൽ ആദ്യത്തെ സംഖ്യ കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, 189നെ 4/9 കൊണ്ട് ഗുണിച്ചാൽ രണ്ടാമത്തെ സംഖ്യയും കിട്ടും. പക്ഷേ അങ്ങനെ രണ്ടാമത്തെ ചെയ്യണമെന്നില്ല. ഒന്നാമത്തെ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 189ൽ നിന്നും ആ ഒന്നാമത്തെ സംഖ്യ കുറച്ച് നമുക്ക് രണ്ടാമത്തെ പെട്ടെന്ന് കിട്ടും. ഇത് നിങ്ങൾക്ക് നോക്കാം. ഇതാ ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ഓക്കെ, 9നെ 189 കൊണ്ട് ഹരിക്കാം. 189ൽ എത്ര 9 ഉണ്ട്? 18ൽ 2 9ആണ്, 9ൽ ഒരെണ്ണം. അപ്പോൾ 189ൽ ആകെയുള്ള 9കളുടെ എണ്ണം 21ആണ്. ഇനി ഒന്നും നോക്കണ്ട, 21നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. 21നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്ര കിട്ടുക? ഒരു 5 2 ഗുണിക്കണം 5 10, 105 കിട്ടുക. ക്ലിയർ? അപ്പോൾ 189ൻ്റെ നമ്മൾ ആകെയുള്ള 9 ഭാഗമാക്കിയാൽ അതിനകത്ത് 5 ഭാഗം എന്ന് വെച്ചാൽ 105 വരിക. 189ൻ്റെ 105 വരിക. ഇനി ബാക്കി അടുത്ത സംഖ്യ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടാമത്തെ സംഖ്യ കിട്ടാൻ ഇനി ഒരു പണിയില്ല. നിങ്ങൾ വീണ്ടും ഇതുപോലെ ചെയ്യാൻ പോകേണ്ട. എന്ത് ചെയ്താൽ 189ൽ നിന്നും ആ 105 കുറച്ചാൽ രണ്ടാമത്തെ കിട്ടും. 9 5 പോയി 4 8 0 പോയി 8 എന്ന് വെച്ചാൽ 84 കിട്ടുക അല്ലേ, 84 കിട്ടുക. ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാൻ 9 189 21 തവണയല്ലേ, 21നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു 4 4 24 8 84. അപ്പോൾ 2 സംഖ്യകൾ കിട്ടി. എനിക്ക് ചോദിച്ചെന്താ, പ്രസ്തുത 2 സംഖ്യകളുടെ ഗുണനഫലം എത്രയാണെന്ന് ചോദിച്ചത്. അതായത് ഈ 105നെ 84 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണെന്നാണ് ചോദിച്ചത്. അതിന് പണിയൊന്നുമില്ല, നിങ്ങൾ ഗുണിക്കാൻ പഠിച്ചോ ചെയ്യുമോ. അത് 5 ഗുണിക്കണം 4 അല്ലെങ്കിൽ 4 ഗുണിക്കണം 5 20ന് 0, ബാക്കി 2. 0 ഗുണിക്കണം 4 വെച്ചാൽ 0ആണ്. അപ്പോൾ ഈ 2 അവിടെ അതുപോലെ എഴുതി. 1 ഗുണിക്കണം 4 വെച്ചാൽ 4ആണ്. ഇനി 8 ഗുണിക്കണം 5 എന്ന് വെച്ചാൽ എത്ര? 8 5 40ന് 0, ബാക്കി 4. 0 ഗുണിക്കണം 8 0 ആയതുകൊണ്ട് ആ ശിഷ്ടം 4 എഴുതുക. 1 ഗുണിക്കണം 8 എന്ന് വെച്ചാൽ 8ആണ്, അതും എഴുതുക. 2 കൂടി അങ്ങ് കൂട്ടിയാൽ മതി. നോക്കിയേ, 0 2 4 4 8 പിന്നെ 8 അതുപോലെ എഴുതി. 8820 ഉത്തരം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, 8820. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. 4ാമത്തെ ചോദ്യം. 1/10ൻ്റെ സങ്കലന വിപരീതവും ഗുണന വിപരീതവും തമ്മിലുള്ള തുക എത്രയാണ്? 1/10ൻ്റെ സങ്കലന വിപരീതവും ഗുണന വിപരീതവും തമ്മിലുള്ള തുക എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ 1/10ൻ്റെ സങ്കലന വിപരീതം എന്ന് വെച്ചാൽ ഏത് സംഖ്യയുടെയും സങ്കലന വിപരീതം എന്ന് വെച്ചാൽ അതിന് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, നെഗറ്റീവ് മൈനസ് ചേർത്താൽ മതി. അതായത് 1/10ൻ്റെ സങ്കലന വിപരീതം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നെഗറ്റീവ് ചേർക്കുക, എന്നിട്ട് 1/10 എന്ന് എഴുതുക, ഒരു മൈനസ് ചേർത്ത് കൊടുത്താൽ മതി. ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ അതായത് തലയിരിച്ചിടുന്ന തന്നെയാണ് ഇവിടെ. ഗുണന വിപരീതം തലയിരിച്ചിടൽ. ഓക്കെ, ഗുണന വിപരീതം എന്ന് വെച്ചാൽ എന്താണ് പറയുക, റെസിപ്രോക്കലാണ്. ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒന്നും നോക്കണ്ട, ഇവിടെ എത്ര 1/10 ഉള്ളത്, അതിനൊന്ന് തിരിച്ചിട്ടാൽ മതി. 1/10നെ തിരിച്ചിട്ടാൽ 10/1 വരിക. 10/1 എന്ന് വെച്ചാൽ 10, 10/1 എന്ന് വെച്ചാൽ 10ആണ്. അപ്പോൾ ഗുണന വിപരീതം എന്ന് പറയുന്നത് 10ആണ്. സങ്കലന വിപരീതം എന്ന് വെച്ചാൽ -1/10 അത്രയേ ഉള്ളൂ. ഇനി രണ്ടും കൂടി എന്താ ചോദിച്ചത്? രണ്ടും കൂടിയുള്ള തുകയാണ് ചോദിച്ചത്. 1/10ൻ്റെ സങ്കലന വിപരീതം എന്ന് വെച്ചാൽ -1/10 കൂട്ടണം. ഗുണന വിപരീതം എന്ന് വെച്ചാൽ 10ആണ്. ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടെ കൂട്ടാനാണ് പറയുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നേരെ ആദ്യം പോസിറ്റീവ് നമ്പറായിട്ടുള്ള 10 എഴുതാം, പിന്നെ എന്ത് ചെയ്യാം, നെഗറ്റീവ് നമ്പറായ -1/10 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാലും ഒരു തെറ്റുമില്ല. ഇനി നിങ്ങൾ പഠിച്ച പോലെ ഇത് എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10 ഇത് ഭിന്നസംഖ്യൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എത്ര വരുക? 10 ഗുണിക്കണം 10. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 10നെ ഇവിടുത്തെ 10 കൊണ്ട് ഗുണിക്കുക. 10 ഗുണിക്കണം 10 ഇവിടെ എഴുതാം.
10 ഗുണിക്കണം 10 എന്ന് എഴുതുക. ഇവിടെ കുറക്കലായതുകൊണ്ട് കുറക്കണം ഈ 1 എന്ന് എഴുതുക. എൻ്റെ തൊട്ട് താഴെ ഇവിടെ എത്രയാണോ താഴെയുള്ളത് അതെടുത്ത് എഴുതിയാൽ മതി. 10 ഗുണിക്കണം 10 എന്ന് വെച്ചാൽ 100 ആണ്. 100 നിന്ന് 1 കുറച്ചിട്ട് അതിനെ 10 താഴെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു പണിയില്ല. 100 നിന്ന് 1 പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 99 ബൈ 10. ഇതാണ് ഉത്തരം. പക്ഷേ ഇവിടെ പോയി നോക്കിയാൽ 99 ബൈ 10 എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ അവിടെ കാണാനില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും അതിനൊന്ന് മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റിയാൽ മതി. അതായത് അതൊക്കെ ഭിന്നസംഖ്യ അതിൻ്റെ ടോപ്പിക്ക് നമ്മൾ ക്ലാസ് ചെയ്തതാണെങ്കിൽ കേട്ടിട്ട് മാത്സ് ക്ലാസ്സിലുണ്ട്, അത് നോക്കി പഠിച്ചവരായിരിക്കും നിങ്ങൾ. അപ്പോൾ 99 ബൈ 10 മിശ്ര ഭിന്നാക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 10 അതുപോലെ ഇതാ ഇവിടെ എഴുതുന്നുണ്ടേ. 10 ഞാൻ അതുപോലെ അവിടെ വെച്ചുവേ. ഇനി 99 എത്ര 10 ഉണ്ട് നോക്കിയാൽ മതി. 99 എത്ര 10 ആവും? 90 10കളുടെ എണ്ണം 9 എണ്ണമാണ്. അപ്പോൾ 99 10ൻ്റെ എണ്ണം 9 തന്നെയാണ്. 9 ഗുണിക്കണം 10 വെച്ചാൽ 90 ആയി. ബാക്കി അതിന് 99 എത്രയുള്ളത്? 9 ഉള്ളത്. അതെടുത്ത് മേലെ എഴുതിയാൽ മതി. അതായത് എന്താ വരിക? 9 ബൈ 10 എന്നാണ് വരിക. 9 ബൈ 10. അവിടെ ഓപ്ഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ അങ്ങനെ കൃത്യമായിട്ടുള്ള ആൻസർ ഇവിടെ 9 ബൈ 10 ആണെങ്കിൽ ഇത് കറക്റ്റായി പോയിരുന്നു, ബി വരുമായിരുന്നു. അല്ലെങ്കിൽ നോക്കണ്ട, ഓപ്ഷൻ മിസ്റ്റേക്കാണ്. ആൻസർ വരുന്നത് 9 ബൈ 10 ആണ്. അടുത്തത്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണമാണ് ഇരട്ട സംഖ്യയായി വരുന്നത്? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണമാണ് ഇരട്ട സംഖ്യയായിട്ട് വരുന്നതാണ്. അത് നമ്മൾ ഇതിലൊക്കെ ഘടകങ്ങളാക്കിയാൽ, ഇപ്പോൾ ഒരു 10നെ ഘടകങ്ങളാക്കുന്ന വെച്ചാൽ അതിന് ഒരേ സംഖ്യ കൊണ്ട് നമ്മൾ ഹരിക്കുന്നു അല്ലേ? പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യ കൊണ്ട് ഇതാ 10നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 5 എന്ന് കിട്ടും. പിന്നെ വീണ്ടും ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 10ൻ്റെ ഘടകങ്ങളായിട്ട് 2 വരും, 5 വരും, പിന്നെ 1 വരും, 10 വരും. ഓക്കെ, അങ്ങനെയാണ് വരിക. അപ്പോൾ ചോദിച്ചു ഇവിടെ ഇപ്പോൾ 1 2 3 4 ഘടകങ്ങൾ വന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചത് ചുവടെ കൊടുത്ത ഏത് സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണമാണ് ഇരട്ട സംഖ്യ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ ഏതോ ഒരെണ്ണത്തിന് മാത്രമേ ഈ ഘടകങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയായിട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെയും ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണ്. അപ്പോൾ അത് ഏതാണെന്ന് ചോദിച്ചത് ഇരട്ട സംഖ്യയായിട്ട് വരുന്നത്. ഇവിടെ നിങ്ങളൊന്നും പേടിക്കണ്ട. ഇവിടെ നോക്കിയാൽ 576, 625, 441 ഇതൊക്കെ പൂർണ്ണവർഗ്ഗങ്ങളാണ് അല്ലേ? ഈ സംഖ്യകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊക്കെ എന്താണ്? പൂർണ്ണവർഗ്ഗങ്ങളായിട്ടുള്ള സംഖ്യകളാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ, 576 എന്ന് വെച്ചാൽ 24 ഗുണിക്കണം 24 576 അല്ലേ? സംശയം എന്താ? 4 16 6 ബാക്കി 1, ഇതായാലും 8 8 16 1 17 7 ബാക്കി 1 2 2 4 1 5. അപ്പോൾ 24ൻ്റെ വർഗ്ഗമാണ് 576. 625 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 25ൻ്റെ വർഗ്ഗമാണ് 625 എന്ന് പറയുന്നത് ആണല്ലോ. 441 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രയാണ് വരിക? 21ൻ്റെ വർഗ്ഗമാണ് അല്ലേ? സംശയമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ വർഗ്ഗങ്ങളാണ്, പൂർണ്ണവർഗ്ഗങ്ങളാണ്. എന്നാൽ 314 ഒരു പൂർണ്ണവർഗ്ഗമല്ല, ഒരു സാധാ സംഖ്യയാണ്. അപ്പോൾ പൂർണ്ണവർഗ്ഗങ്ങളായിട്ടുള്ള സംഖ്യകളുടെ ഒക്കെ ഘടകങ്ങൾ എപ്പോഴും ഒറ്റ സംഖ്യയായിട്ടാണ് വരിക, ഒറ്റ സംഖ്യ എണ്ണമാണ് വരിക. എന്നാൽ ഇവിടെ 314 പൂർണ്ണവർഗ്ഗമല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? ഇരട്ട സംഖ്യ ആയിരിക്കും, ഇരട്ട സംഖ്യയായിട്ടാണ് വരിക. ക്ലിയർ? അപ്പോൾ നമ്മുടെ ആൻസർ 314 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. 5 ചോദ്യങ്ങളാണ്. പക്ഷേ 5 ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും മിക്കവാറും. അപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടൊന്നത് വെരിഫൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ സമയത്തിനനുസരിച്ച് മാത്രം പരമാവധി നിങ്ങളത് മനസ്സിലാക്കി ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. താങ്ക് യു.